നമ്മുടെ ജോലി റീപ്ലേസ് ചെയ്യും ഈ ഒരു ചർച്ച തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായല്ലേ. ഇപ്പോഴും നമ്മൾ ഡെയിലി ഈ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ നിലവിലുള്ള ജോലികൾ റീപ്ലേസ് ചെയ്യുമെന്ന്. ഈ 2026 നമ്മൾ ഈ ഒരു ചോദ്യം കുറച്ചുകൂടെ അധികം നമ്മൾ ഉയർന്ന് കേൾക്കുന്നുണ്ടല്ലേ. കേരളത്തിൽ നമ്മൾ കേട്ടു അല്ലെ, കൊച്ചിയിലൊക്കെ ചില കമ്പനീസിലും പ്ലേ ഓഫ്സിനെ കുറിച്ചൊക്കെ ഉള്ള വാർത്ത കേൾക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അതിന്റെ ഇൻഡെപ്ത് ആയിട്ട് അതിന്റെ റിയാലിറ്റിയിലേക്ക് ഒന്ന് പോവാം. എന്താണ് ആക്ച്വലി നമ്മുടെ ഈ ലോകത്ത് AI വരുന്നതുകൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. AI കുറിച്ച് നമ്മൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നുണ്ടാവും അല്ലെ. അതായത് ChatGPT, ജെമിനി, ക്ലൗഡ്, പിന്നെ AI കോഡിംഗ് ടൂൾസും AI ഇമേജ് ജനറേഷൻ, AI വീഡിയോ ജനറേഷൻ, ഇങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി പലതരത്തിലും കേൾക്കുന്നും കാണുന്നുണ്ട്. അത് മാത്രമല്ല പരസ്യങ്ങൾ ഒരു രക്ഷയില്ല. ഇപ്പൊ ജെമിനിയുടെ ആവട്ടെ, ChatGPT അല്ലെങ്കിൽ ക്ലൗഡിയുടെ ഒക്കെ അഡ്വർടൈസ്മെന്റുകൾ വരുന്നുണ്ടല്ലേ. അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ഓൺ ചെയ്യാനൊക്കെ നമുക്ക് മിക്കവാറും അതിന്റെ പരസ്യങ്ങളും കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ വരുന്ന ഒരു ചേഞ്ചസ് നമ്മൾ മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ 2023 AI നമുക്കൊരു ചാറ്റ് ബോട്ട് പോലെയായിരുന്നു. ഇന്ന് 2024 ആയപ്പോൾ അത് AI അസിസ്റ്റന്റുകളായിരുന്നു കൂടുതൽ കേൾക്കുന്നത്. 2025 ആയ സമയത്ത് ഓട്ടോമേഷൻ എന്നുള്ള ടൈം കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങിയത് 2025. എന്നാൽ ഈ 2026 AI ഒരു ഡിജിറ്റൽ എംപ്ലോയി പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറലി എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലെ. നമുക്കിതിനെ വേറൊരു പെർസ്പെക്റ്റീവിലാണ്. ടെക്നോളജി, പല പുതിയ ടെക്നോളജിയും വരുന്നതും അതുവരെയുള്ള റെവല്യൂഷൻസ് ഉണ്ടാവുന്നതും ഇത് ആദ്യമായിട്ടൊന്നുമല്ല. കമ്പ്യൂട്ടേഴ്സ് വന്ന സമയത്ത് നമ്മുടെ ഓഫീസ് ജോബ്സ് എല്ലാം റീപ്ലേസ് ചെയ്യപ്പെടും എന്നായിരുന്നു ആ സമയത്തുള്ള പാനിക്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് വന്നപ്പോഴും, ഇന്റർനെറ്റ് വന്ന സമയത്ത് എന്തായിരുന്നു, ഇന്റർനെറ്റ് വന്ന സമയത്ത് കൂടുതൽ നമുക്ക് ഡാറ്റ അറിയാനായിട്ട് നമ്മളൊരു ചെറിയ ഏരിയയിൽ അല്ലെങ്കിൽ ചെറിയ ഒരു സ്പേസിലുള്ള അറിവിനേക്കാളും കൂടുതൽ വൈഡായിട്ട് ഗ്ലോബലിയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. ഒരു സൂപ്പർ പവർഫുൾ ടൂളായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ 5 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയല്ലേ. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വേണം നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ട്. എയുടെ പലതരത്തിലുള്ള ടൂളിൻ്റെ യൂസേജോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളെല്ലാം നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ടൂൾ അഡോപ്റ്റ് ചെയ്യുക തന്നെ വേണം. നമ്മൾ ടൂൾസ് യൂസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പവർഫുൾ ടൂളാണെന്ന് പറഞ്ഞല്ലേ. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഒരു കാർപ്പൻ്ററിൻ്റെ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഒരു കാർപ്പൻ്റർ അവന് ഏറ്റവും ഹാർഡ്വെയർ നല്ല ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ടൂൾ അവന് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് അവന് കുറേ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറച്ച് ഫാസ്റ്ററാക്കി ചെയ്യാൻ പറ്റും. മാനുവലി വാൾ കൊണ്ട് ഒരു തടി മുറിച്ചുകൊണ്ടിരുന്ന ആൾക്ക് കട്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ വാൾ കൊണ്ട് മാനുവലി ഒരു ഹാർഡായിട്ടുള്ള തടിയെ മുറിച്ച് മാറ്റാനായിട്ട് എടുക്കുന്ന സമയം അവൻ കുറേ കട്ട് ഓഫ് ചെയ്യാൻ പറ്റി, അവിടെ സേവ് ചെയ്യാൻ പറ്റി ടൈം. ആ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്കിവിടെ തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഏതൊരു ജോബ് നോക്കിയാലും ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ഒരു ഫോട്ടോഗ്രാഫറിന് അവന് മാനുവലായിട്ടുള്ള ഒരു ഓൾഡ് ടൈപ്പ് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ കുറേ സമയം വേണം അതിനൊന്ന് ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് ആ ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്ത് അതിൻ്റെ ബാക്കി കോൺഫിഗറേഷൻ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞ് അതിനെ ഒന്ന് നല്ല രീതിയിൽ ഒരു ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒരുപാട് സമയങ്ങൾ, ചിലപ്പം മണിക്കൂറുകൾ തന്നെ വേണ്ടി വന്നേക്കും എന്നൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് പേരുടെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ റിപ്പോർട്ട്സൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. എന്നാൽ കുറച്ചുകൂടെ അഡ്വാൻസ് ലെവൽ ക്യാമറയാണ് ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ കിട്ടിയെങ്കിൽ അവന് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ഏറ്റവും ഫാസ്റ്ററായിട്ടും ക്യാപ്ചർ ചെയ്യാൻ പറ്റും അല്ലേ. ഒത്തിരി ക്രിയേറ്റിവിറ്റിയോടുകൂടി ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉള്ള വ്യക്തിക്ക് അവൻ്റെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് ഈ ഒരു അഡ്വാൻസ് ലെവൽ ക്യാമറ യൂസ് ചെയ്ത് ഫാസ്റ്ററായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഏതൊരു ഫീൽഡിലും എങ്ങനെ തന്നെയാണ്. ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കേസിലും അങ്ങനെ തന്നെയല്ലേ. പണ്ട് കാലങ്ങളിൽ നമുക്ക് മുമ്പൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കണ്ടന്റ് ഐഡിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് വേണ്ടിയുള്ള സ്റ്റഡി നടത്തുന്നു, അതിൻ്റെ അടുത്ത് പബ്ലിഷ് ചെയ്യുമ്പോഴാണെങ്കിൽ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, SEO ബേസ്ഡ് ആയിട്ടുള്ള ടാഗ്സ്, ഇങ്ങനെയുള്ള റിസർച്ചൊക്കെ നമ്മൾ ഒരുപാട് നടത്തേണ്ടിയിരിക്കുന്നു അല്ലേ. എന്നാൽ നമുക്ക് മാനുവലി ഉള്ള ഈ റിസർച്ചിനൊക്കെ പകരം നമുക്കിന്ന് AI സപ്പോർട്ടോടുകൂടി കുറേ കൂടെ ഫാസ്റ്ററാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഏറ്റവും വലിയൊരു മേന്മ തന്നെയാണ് നമ്മൾ AI യൂസേജ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു ജോബ് ചെയ്യുമ്പോൾ അതിലൊരു സിംഗിൾ ടാസ്ക് മാത്രമായിരിക്കില്ല അല്ലേ, ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും, മൾട്ടിപ്പിളായിട്ട് ഒത്തിരി ടാസ്ക് നമുക്ക് ചെയ്യേണ്ടി വരും. ഈ സിറ്റുവേഷനിലാണ് നമുക്ക് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ വിലയിരുത്തേണ്ടത്. അതായത് നമ്മൾ തന്നെ നോക്കുക, ഇപ്പോൾ സ്ഥിരം ചെയ്യുന്നതിൽ ഒരേ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് തവണ ചെയ്യേണ്ടി വന്നേക്കും, അതിനുവേണ്ടി കുറേ സമയം നമ്മൾ പാഴാക്കി കളയും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമൊക്കെ കട്ട് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഈ AI സപ്പോർട്ട് അല്ലെങ്കിൽ AI ടൂളിൻ്റെ സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ട്
നമുക്ക് എന്ത് ചെയ്യാം, വലിയൊരു ടൈം സേവ് ചെയ്യാനും പറ്റും. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ഫാസ്റ്ററായിട്ട് നേരത്തേനേക്കാളും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനും പറ്റും. ഇനിയാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ട്. കാരണം കുറേയേറെ ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ പുതിയ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഓപ്പൺ ആവും. നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരുപാട് ജോലികളുടെ സാധ്യതകൾ കേൾക്കുന്നുണ്ട്. അതായത് ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റ്, പ്രൊഡക്റ്റ് മാനേജർ, ഏജന്റ് ഡെവലപ്പർ, സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, കൺസൾട്ടൻറ്റ്, പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ്, അങ്ങനെ തുടങ്ങി ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിന്ന് കാണുന്നുണ്ട്. പക്ഷേ അതിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ എക്സിസ്റ്റിംഗ് ജോബ് പ്ലസ് എന്നുള്ളതാണ്. നമ്മൾ എന്താണോ നിലവിൽ ചെയ്യുന്നത് ആ ജോലിയിലൂടെ ആഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പത്തെക്കാളും വളരെ അധികം കൂടുതലായിട്ട് തന്നെ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനായിട്ട് പറ്റും. അതായത് മുമ്പ് നമുക്കൊരു ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സെർച്ച് റിസൾട്ട് വരും അല്ലേ. അതിനകത്ത് പിന്നെ നമ്മൾ തിരഞ്ഞെറിഞ്ഞ് പോകണം. നമുക്ക് വേണ്ട പർട്ടിക്കുലർ കാര്യം കിട്ടാനായിട്ട് കിട്ടുന്ന സെർച്ച് റിസൾട്ടിൻ്റെ ഓരോ ലിങ്കിനകത്തും പോകുന്നു. ചിലപ്പോൾ ബ്ലോഗ് ആയിരിക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം പോയി നമ്മൾ കുറേ മണിക്കൂറത്തെ റിസർച്ചിന് ശേഷമായിരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങളുടെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു ബ്രീഫ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? ഇപ്പോൾ ChatGPT, ജെമിനി ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനകത്തൂടെ പോയിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയേണ്ട കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു 1 ലൈനിൽ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോൺസ് ജനറേറ്റ് ചെയ്ത് തരും. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ മാത്രം അതിൻ്റെ കറക്റ്റായിട്ടുള്ള സോഴ്സിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരും അല്ലേ. അപ്പം ഇപ്പോൾ പലതരത്തിലുള്ള രീതിയിലാണ് നമ്മുടെ ഏജൻറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലൗഡി, ജെമിനി ഇതൊക്കെ നമുക്കിന്ന് വർക്കാവുന്നത്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസൺ ഡാറ്റ വേണമെങ്കിൽ അത് നമുക്ക് വെബ് സെർച്ചിൻ്റെ ടൂൾ യൂസ് ചെയ്തിട്ട് അവരെടുത്തുകൊണ്ട് വരുന്നു. എന്നാൽ കുറച്ച് ഓൾഡ് ഇൻഫർമേഷൻ ആണെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവരുടെ LLMസിൽ തന്നെ പോയി പിക്ക് ചെയ്യുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള മൾട്ടിപ്പിൾ വേ ഓഫ് വർക്ക് ഫ്ലോ നടന്നിട്ടാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേ ഓഫ് ഒരു ഓർക്കസ്ട്രേഷനൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫാസ്റ്റായിട്ട് റെസ്പോൺസുകൾ നമുക്ക് നാച്ചുറൽ ടോണിൽ എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന നാച്ചുറൽ റെസ്പോൺസിൽ തരുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ് കേട്ടോ. അതായത് ഈ ഒരു കടന്നുവരവോടുകൂടി നമുക്ക് ഒരു ചെറിയ അറിവിൽ നിന്ന് നമുക്ക് ഒരുപാട് വലിയ അറിവിലേക്കുള്ള ഒരു ചുവടുവയ്പ്പ് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. ആ പഠിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് അത് വലിയ തട്ടലും മുട്ടലും ഇല്ല, സേഫായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് വിചാരിക്കുമെന്ന് അങ്ങനെ ആയിരിക്കും കൂടുതൽ ആൾക്കാരുടെയും ഒരു തോട്ട് പ്രോസസ്സ്. നമുക്ക് പെട്ടെന്ന് മടിയായിരിക്കും, ഒന്നും എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോൾ പോകുന്ന പോലെ അങ്ങ് മുന്നോട്ട് പോട്ടെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് അത്ര നല്ലൊരു ഐഡിയ ആയിരിക്കില്ലത്. കാരണം നമ്മൾ എന്തായാലും ടൂൾസിൻ്റെ സപ്പോർട്ടും കൂടെ നമ്മുടെ കറൻ്റ്ലി ഉള്ള ജോബിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു ചേഞ്ച്, ആ ഒരു ഈസിനെസ് അല്ലെങ്കിൽ വർക്ക് ഫ്ലോയിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു മാറ്റം, അത് നമുക്ക് പെട്ടെന്ന് ഫീലും ചെയ്യും. നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്നാക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഫാസ്റ്റ് ആവുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. നമ്മുടെ ഡെയിലി ലൈഫിൽ ചെറിയ രീതിയിലൊക്കെ നമ്മൾ പല ടൂൾസും യൂസ് ചെയ്ത് തുടങ്ങണം. ഫോർ എക്സാമ്പിൾ ഇമെയിൽ കണ്ടൻറ്റൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയാസ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഒരു കണ്ടൻറ് ക്രിയേഷൻ്റെ ഐഡിയാസ്, എന്തെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ ഒരു തോട്ട് ഉണ്ടാവും. അത് വെച്ചിട്ട് കുറച്ചുകൂടി ബ്രീഫ്ലി അതെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് വേണമെങ്കിൽ സജഷൻസ് ചോദിക്കാം. അതുമാത്രമല്ല മറ്റെന്തെങ്കിലും പ്രോജക്റ്റ് ഐഡിയാസ്, ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പ്രോജക്റ്റൊക്കെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നമുക്ക് ടൂളിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മാനുവലി ചെയ്യുന്ന കുറേ മണിക്കൂറത്തെ എഫേർട്ട് നമുക്ക് അവിടെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും. ഇവിടെ വലിയൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, കുറേ പേരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അതായത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ മെഷീൻ ലേണിംഗ് പഠിക്കണോ, പൈത്തൺ പഠിക്കണോ, അതുപോലെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിസർച്ചറോ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കേണ്ടോ, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ മിസ്കൺസെപ്ഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ റിയാലിറ്റി അങ്ങനെയല്ല. നമ്മുടെ കറൻ്റ്ലി ചെയ്യുന്ന ജോലി, നമ്മുടെ എന്ത് ജോബാണോ ചെയ്യുന്നത് ആ ജോബിൻ്റെ റിപ്പറ്റേറ്റീവ് ടാസ്കുകളെ നമ്മൾ മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക. ഒരുപാട് തവണ ഒരേ കാര്യം ചെയ്യുന്ന പ്രോസസ്സ്, ഇതിനെയൊക്കെ നമുക്കൊന്ന് എന്ത് ചെയ്യാനായിട്ട് ഒന്ന് കുറച്ച് കൊണ്ടുവരും. റിപ്പീറ്റ് ചെയ്യുന്ന കാര്യത്തിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സപ്പോർട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അങ്ങനെ അവരവരുടെ ജോബിൻ്റെ സ്വഭാവം വെച്ചിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് എവിടെയാണ് ആപ്ലിക്കബിൾ, ഏതിലാണ് നമുക്ക് ഓട്ടോമേഷൻ വേണ്ടത്. ചില റിപ്പീറ്റിംഗ് കാര്യങ്ങൾ ഒരു ഓട്ടോമേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ദൈനംദിനം ചെയ്യുന്ന
ജോലിയിൽ വരുന്ന ചില ടാസ്കുകളുണ്ട്. ആ ടാസ്ക് ചെയ്യാനായിട്ട് ഇന്ന് AI ക്യാപ്പബിൾ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് മാനുവലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? AI കൊണ്ട് ചെയ്യിപ്പിച്ചുകൂടെ? ഫോർ എക്സാമ്പിൾ ഒരു എക്സലിന് വേണ്ടി ഒരു കുറേ ഡാറ്റാസ് ഉണ്ട്. കുറേ ഡാറ്റ അനലൈസ് ചെയ്ത് ഒരു ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. എക്സൽ ഷീറ്റ് തന്നെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യുക, അതിൻ്റെ ഗ്രാഫ്സ് അപ്ലൈ ചെയ്യുക, എല്ലാം. ഇതൊക്കെ നമുക്കൊരു ക്ലൗഡി പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഒരു 1 ക്ലിക്കിൽ ഈസിലി ചെയ്ത് തരുമെങ്കിൽ എന്തിന് നമ്മൾ ഇന്ന് മാനുവലി മണിക്കൂറോളം കളഞ്ഞ് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷനും അതിൻ്റെ ഗ്രാഫ് ക്രിയേഷനും ഒക്കെ വേണ്ടി സമയം കളയണം? നമുക്ക് ആ AI പ്ലാറ്റ്ഫോം യൂസ് ചെയ്തൂടെ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യുക. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് വേണം എവിടെയാണ് നമുക്ക് AI ആപ്ലിക്കേഷൻ, ഏത് AI ടൂൾ എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ സ്വന്തം വിലയിരുത്തി മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജോബിലേക്ക് നമ്മൾ AI ഹെൽപ്പും കൂടെ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങളൊരു ഡെവലപ്പർ ആണെങ്കിൽ AI ഉപയോഗിച്ച് എങ്ങനെ ഫാസ്റ്റായിട്ട് നമുക്ക് ഡീബഗ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കണം നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ടത്. ഇനി നിങ്ങളൊരു ഡിസൈനർ ആണെങ്കിൽ AI ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഫാസ്റ്റായിട്ട് കൺസെപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് എങ്ങനെ നമുക്ക് ആ കൺസെപ്റ്റിനെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള റിസർച്ചാണ് നിങ്ങൾ നടത്തേണ്ടത്. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ ലെസൺസ് പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിസർച്ച് നടത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? AI നമുക്ക് സപ്പോർട്ട് എടുക്കാൻ പറ്റും. അതുമാത്രമല്ല ടീച്ചേഴ്സിന് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. കുട്ടികളെ കുറച്ചുകൂടെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ കുറേ ഇല്ലുസ്ട്രേഷൻസും ഇമേജൊക്കെ വെച്ച് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജെമിനിയിലോ അല്ലെങ്കിൽ ക്ലൗഡി വഴിയൊക്കെ ഈസിലി PPTസോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഡോക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ഏതെങ്കിലും ഒരു സിമ്പിൾ AI ടൂൾ ഉപയോഗിച്ച് തുടങ്ങാം. അത് ക്ലൗഡിയോ ChatGPTയോ ജെമിനിയോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന പറ്റുന്ന ഏതൊരു ടൂളും ആവട്ടെ. നമ്മുടെ ലൈഫിൽ പല ടാസ്കും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഇതുവഴി പറ്റുമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഫ്ലോയിൽ വരുന്ന ഏതെങ്കിലും കാര്യങ്ങളെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് ഇതേപോലെ ഏതെങ്കിലും ഒരു AI ടൂളിൻ്റെ സപ്പോർട്ടോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഓട്ടോമേറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാനും കുറച്ചുകൂടെ ഈസി ആക്കാനും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇനിയാണ് നമ്മൾ ആ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് കിടക്കുന്നത്. നമ്മുടെ ജോബ് റീപ്ലേസ് ചെയ്യപ്പെടുമെന്നുള്ള ആ ഒരു ചോദ്യചിഹ്നം അതിപ്പോഴും നിൽക്കുകയാണല്ലേ. ഒരു റിയാലിറ്റി ഞാൻ പറയാം. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടാസ്കുകൾ ചെയ്യുന്ന എന്തൊക്കെ ജോബ്സ് ഉണ്ടോ അങ്ങനെയുള്ള ജോബ്സിലെ റിപ്പീറ്റിംഗ് ടാസ്കുകൾ റീപ്ലേസ് ചെയ്യപ്പെടുമെന്നുള്ളത് ഒരു റിയാലിറ്റി തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് AI ഓട്ടോമേഷൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പല കമ്പനീസും പലരും അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ടാസ്കുകളുണ്ടെങ്കിൽ അതൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ പുതിയ പല ജോബും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. പുതിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. AI ഈ ഒരു കടന്നു വരുവോടെ ഇപ്പോഴും ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ AI ഒരുപാട് പുതിയ റോൾസൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതുപോലെ ഇപ്പോഴും ഒരുപാട് പുതിയ ഓപ്പണിങ്സും ഓപ്പർച്യൂണിറ്റീസൊക്കെ AI സൈഡിൽ വരുന്നുണ്ട്. പുതിയ റോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടും, പുതിയ സ്കിൽസ് വരും. അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്കില്ലിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു താല്പര്യം എപ്പോഴും നമ്മൾ കാണിക്കുക. AI നമ്മൾ ഒരിക്കലും പുറകോട്ടല്ല, AI നമ്മൾ മാസ്റ്റർ ആവുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ AI നമ്മൾ സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്കും ഒരു സമയത്ത് നമുക്ക് ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വരില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നമ്മൾ പണ്ട് കാലങ്ങളിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ വന്ന സമയത്ത് പാനിക്കായി അല്ലേ. അപ്പോൾ അതായത് മാനുവലി ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അവർ മാനുവലി ചെയ്യുന്ന ജോലി നഷ്ടപ്പെടും എന്നൊക്കെ ഉള്ള ചിന്തിച്ചു. എന്നാൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? കൂടുതൽ നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക ചെയ്തത്. എന്നാൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. കമ്പ്യൂട്ടർ വന്നപ്പോഴും അങ്ങനെ തന്നെ അല്ലേ. ഇൻ്റർനെറ്റ് വന്നപ്പോഴും കമ്പ്യൂട്ടർ വന്നപ്പോഴും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുമ്പോഴെല്ലാം സംഭവിച്ച ആ ഒരു ഇനിഷ്യൽ പാനിക് സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ AIയിലും സംഭവിച്ചതെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വരുന്ന കാലഘട്ടത്തിനും ടെക്നോളജിക്കും അനുസരിച്ച് നമ്മുടെ സ്കില്ലിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്, എസ്പെഷ്യലി ഈ ഒരു AI കാലഘട്ടത്തിൽ. അല്ലാണ്ട് നമ്മൾ പേടിക്കേണ്ട ഒരു സിറ്റുവേഷനും ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ സ്വയം എപ്പോഴും ഒരു കുട്ടിയായി നമ്മൾ പഠിക്കാനായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി കാണിച്ചാൽ മാത്രം മതി. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ എന്ത് പൊസിഷനിലാണ് വർക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ കറൻ്റ്ലി ചെയ്യുന്ന പ്രൊഫഷനിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ യൂസ് ചെയ്ത് മാറ്റം വരുത്താൻ പോകുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ വളരെ കുറവാണ്, ഒരുപാട് പേര് കണ്ടുപോകുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.